ആഷിഖ് ചോദിക്കും. നമസ്കാരം സന്തോഷ് ചേട്ടാ. ഇപ്പോ റേഞ്ചുള്ള സ്ഥലത്താണ് വെക്കണത്, പക്ഷെ അവിടെ ഫോട്ടോ കാണിക്കാൻ പറ്റില്ല, ഇരുട്ടാണ്. അത് കുഴപ്പമില്ല, അത് വീഡിയോ ഓഫ് ചെയ്തോളൂ, കുഴപ്പമില്ല. എന്നുവെച്ചാൽ ഇവിടെ ഇരുട്ടുള്ള സ്ഥലം, അപ്പൊ കാണൂല, അതുകൊണ്ടാണ് അങ്ങനെ ഓഫാക്കിയിട്ടത്. സാരമില്ല, അപ്പൊ റേഞ്ചിലുള്ളടത്ത് വന്ന് നിൽക്കണതാണ്, അപ്പൊ അങ്ങനത്തെ ചില ബുദ്ധിമുട്ടുണ്ട്, അതുകൊണ്ടാണ്. അതൊരു വിഷയമാണ്. സന്തോഷ് ചേട്ടാ, നമ്മളിപ്പോ ഒരു വീട്ടിൽ ചെന്നാല് കിട്ടുന്ന സന്തോഷം തിരിച്ചു വരുമ്പോ നമുക്ക് അവിടെ ഇല്ല എങ്കിൽ നമ്മൾ ആ യുക്തി ഉപയോഗിച്ച് അവിടെ പോസിറ്റീവായിട്ട് ചിന്തിച്ചാൽ അത് ഉണ്ടാക്കിയെടുക്കാൻ കഴിയും. ഒരു പരിധിവരെ കഴിയും. നമ്മൾ മനസ്സിലാക്കേണ്ടത് നമ്മുടെ ഉള്ളിൽ എന്താണോ ഉള്ളത് അതിന്റെ റിഫ്ലക്ഷൻ ആണ് നമ്മൾ ചെല്ലുന്നിടത്ത് നമ്മൾക്ക് കാണാൻ കഴിയുക എന്നുള്ളതാണ്. ഉറപ്പായിട്ടും സാഹചര്യങ്ങൾക്ക് അതിൻ്റെതായ സ്വാധീനമുണ്ട്, ഉറപ്പാണ്. പക്ഷെ സാഹചര്യങ്ങളെ നമുക്ക് മാറ്റാൻ കഴിയില്ല. എന്നാൽ സാഹചര്യങ്ങളിൽ നിന്നും നമുക്ക് എന്താണ് ലഭിക്കുക എന്നുള്ളതിന്റെ പ്രത്യാശയുണ്ടല്ലോ, ആ പ്രത്യാശ നമുക്ക് മാറ്റിയെടുക്കാൻ കഴിയും. ആ പ്രത്യാശയെ നമ്മുടെ ഉള്ളിലെ ഭാവനയിലൂടെ മാറ്റിയെടുക്കാൻ കഴിയും. നമ്മുടെ മനസ്സിന്റെ ഭാവന എന്ന് പറയുന്ന ഒരു പ്രോജക്ടർ പോലെയാണ്. പ്രോജക്ടറിന്റെ അകത്ത് എന്താ ഉണ്ടാവും, ഒരു ഫിലിം അല്ലെങ്കിൽ ഒരു എന്താ പറയാ സെൻസ്, എന്താ അതിന് പറയാ, നിങ്ങൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. പിക്ചർ കാണിക്കുന്ന ഒരു ചെറിയ സംവിധാനം ഉണ്ടാവും. ആ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് അവിടെ എന്താണോ റൺ ചെയ്യുന്നത് അത് പ്രോജക്ടർ വഴി വെളിയിലേക്ക് കാണും. അതുപോലെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന പ്രോജക്ഷൻസ് ആണ്, നമ്മുടെ ഉള്ളിൽ ഉണ്ടാവുന്ന ഭാവനകളുടെയും നമ്മുടെ ചിന്തകളുടെയും പ്രൊജക്ഷൻസ് ആണ് വെളിയിൽ കാണുക. ഈ വെളിയിലേക്ക് കാണിക്കുന്ന കാഴ്ചയുണ്ടല്ലോ, അത് ഒരു വൃത്തിയുള്ള വെളുത്ത പ്രതലത്തിലാണെങ്കിൽ അത് തെളിഞ്ഞു കാണും. വളരെ കലുഷിതമായിട്ടുള്ള ഒരു നഗരത്തിലേക്കാണ് ഈ പ്രൊജക്ടർ പോകുന്നതെങ്കിൽ അത് റിഫ്ലക്ട് ചെയ്ത് നമുക്ക് കാണാനേ കഴിയില്ല. നമ്മുടെ റിഫ്ലക്ഷൻ പോലും നമുക്ക് കാണാൻ കഴിയില്ല, അവിടെ കലുഷിതമായിട്ടായിരിക്കും ഉണ്ടാവുക. അപ്പോ നമ്മൾ എങ്ങനെ ഭാവന ചെയ്യുന്നു അതിനനുസരിച്ച് അവിടെ സംഭവിക്കും. അപ്പോ നമുക്ക് അവിടുന്ന് ശുഭകരമായ ഒരു പ്രത്യാശയിലൂടെ പോവുകയാണെങ്കിൽ നമുക്ക് അവിടെ അതനുസരിച്ച് റിഫ്ലക്ഷൻസ് ഉണ്ടാക്കാൻ കഴിയും. 1. 2, ഇതിൽ കുറെ പേരെങ്കിലും ഇമോഷണൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ ഇമോഷണൽ ബ്യൂട്ടി എന്നുള്ള ആ ഒരു പ്രോഗ്രാമിലൂടെ കടന്നുപോയവരായിരിക്കും. വൈകാരിക സൗന്ദര്യം എന്നുള്ളത്, ഈ വൈകാരിക സൗന്ദര്യം എന്നുള്ളത് നമുക്ക് നമ്മുടെ വികാരങ്ങൾ സുന്ദരമാകാൻ വേണ്ടി സാഹചര്യങ്ങളെ മാറ്റുകയല്ല. എന്ത് സാഹചര്യം വന്നു കഴിഞ്ഞാലും ആ സാഹചര്യത്തെ കാണുമ്പോൾ അവയോട് പ്രതിനില കൊള്ളാനുള്ള എന്റെ അകം ലോകത്തിന്റെ ഒരു ശേഷിയുണ്ടല്ലോ, അത് എന്ത് തന്നെയാണെങ്കിലും ഏത് തന്നെ മുമ്പിൽ വന്നു കഴിഞ്ഞാലും ആ മുമ്പിൽ വരുന്ന കാര്യത്തോട് പ്രതിനില കൊള്ളാനുള്ള എന്റെ ശേഷി, അതിലാണ് ഞാൻ മാറ്റം വരുത്തുന്നത്. മുമ്പിൽ എന്ത് തന്നെ വന്നു കഴിഞ്ഞാലും അതിനെ കൈകാര്യം ചെയ്യാനുള്ള എന്റെ ശേഷി, അവിടെയാണ് ഞാൻ മാറ്റം വരുത്തുന്നത്. എന്നെ പ്രക്ഷുബ്ധമാക്കുന്ന ഒരു സാഹചര്യം വരുമ്പോൾ അവിടെ അക്ഷോഭ്യമായി നിൽക്കാനുള്ള, ശാന്തമായി നിൽക്കാനുള്ള, അതിനെ ശുഭീകരിക്കാനുള്ള എന്റെ കാഴ്ച, എന്റെ മനസ്സാന്നിധ്യം, എന്റെ ശ്രദ്ധ, എന്റെ സമർപ്പണം, അതിലാണ് എന്റെ വിജയം. അവിടെയാണ് എനിക്ക് സന്തോഷം കണ്ടെത്താനാവുക. അപ്പൊ നമ്മൾ ഒരിടത്തേക്ക് പോകുന്നു, ഒരു വീടോ ഒരു സാഹചര്യം അവിടേക്ക് പോകുന്നു, അവിടെ എത്ര കലുഷിതമാണെങ്കിലും ആ സാഹചര്യങ്ങളെ മാറ്റിയെടുക്കാൻ ഒരുപക്ഷെ നമുക്ക് മുഴുവനായിട്ട് കഴിഞ്ഞെന്ന് വരില്ല. പക്ഷെ ആ സാഹചര്യങ്ങൾ എന്നോട് നിലകൊള്ളുന്നത് എങ്ങനെയാണ് എന്നതിനെ ശുഭീകരിക്കാൻ നമുക്ക് കഴിയും. അതിന് നമ്മുടെ മനസ്സാന്നിധ്യം, നമ്മുടെ അറിവ്, നമ്മുടെ തെളിച്ചം, നമ്മുടെ മനസ്സാന്നിധ്യം, നമ്മുടെ ഉറപ്പ്, ഇവയൊക്കെയാണ് നമുക്ക് കൂടെ നിൽക്കുക. ശുഭഭാവനകൾ സ്ഥിരമായിട്ടുണ്ടെങ്കിൽ എന്റെ മുന്നിലേക്ക് ശരിയായതേ വരൂ എന്ന് ഒരു ഉറപ്പുണ്ടെങ്കിൽ അത് മാത്രമേ വരൂ. ആഷിഖ്, ഇതാണ് എന്റെ ഉത്തരം. ക്ലിയർ ആണ്? സന്തോഷേട്ടാ, അപ്പൊ നമ്മളിപ്പോ സാഹചര്യ ബുദ്ധിമുട്ടൊന്നും ഇല്ല. അപ്പൊ ആ സമയത്ത് നമ്മളിപ്പോ ഏത് വീട്ടിലെന്നാലും പോസിറ്റീവ് ആയിട്ടാണ് യുക്തി പോയി ചിന്തിക്കുകയാണെങ്കിലും അതുപോലെ തന്നെ നടക്കുള്ളൂ. അതെ, ആ യുക്തി കൊണ്ട് ചിന്തിക്കുമ്പോൾ യുക്തി എന്നുള്ളത് പെരിഫറൽ ആണെന്ന് മനസ്സിലാക്കുക. യുക്തിക്കും അടിയില് നമ്മുടെ ഉള്ളിലുള്ള മനോചിത്രം, ഉപബോധ ചിത്രം എന്നൊരു അവസ്ഥയുണ്ട്, പാരഡൈം എന്നുള്ളൊരു അവസ്ഥയുണ്ട്, നമ്മുടെ ബ്ലൂ പ്രിന്റ്. ഈ ബ്ലൂ പ്രിന്റ് എന്താണോ അതാണ് അവിടെ സംഭവിക്കുക. നമ്മൾ യുക്തി കൊണ്ട് അതിനെ വിചാരം ചെയ്ത് ഷേപ്പ് ചെയ്യാമെങ്കിലും ആ യുക്തി വിചാരം ഒരു ഭാവനയായി മാറിയില്ലെങ്കിൽ അവിടെ എന്താണോ നമ്മുടെ ബ്ലൂ പ്രിന്റ് ആയിട്ട് പാരഡൈം ആയിട്ട് നിൽക്കുന്നത് ആ ബ്ലൂ പ്രിന്റ് ആണ് പിന്നെ വർക്ക് ചെയ്യുക. അപ്പൊ നമ്മൾ ഇതെല്ലാം നന്നായി, ആർക്കാണ് കലുഷിതമായ ഒരു സാഹചര്യം നിലനിൽക്കണം എന്ന് ആഗ്രഹം ഉണ്ടാവുക? മാറണം എന്ന് എല്ലാവർക്കും ഉണ്ടാവും. എന്നിട്ടും അവിടെ അത് ഉണ്ടാവുന്നത് എന്തുകൊണ്ടാണ്? മനസ്സിലെ ബ്ലൂ പ്രിന്റ് മാറിയിട്ടില്ല. അപ്പോ യുക്തി വിചാരം ചെയ്താൽ മാത്രം ഇത് മാറ്റം ഉണ്ടാവില്ല. ഉപബോധ തലത്തില്, അവബോധ തലത്തില്, പ്രത്യേകിച്ചും ശിക്ഷിതാവബോധത്തിന്റെ തലത്തില്, ധാരണാവബോധത്തിന്റെ തലത്തില് നമുക്ക് ശുഭവിഭാവനം ഉണ്ടാവണം. ആ ശുഭവിഭാവനം ആവർത്തിച്ച് ചെയ്തുകൊണ്ട് അതിനൊരു ഒരു പാകം ആയിട്ടുണ്ടാവണം.
അതിനൊരു രൂപം വന്നിട്ടുണ്ടാവണം. അതിങ്ങനെയാണെന്ന് നമുക്ക് പരിചയം ഉണ്ടായിരിക്കണം. നമ്മളൊരു നാടകം ചെയ്യാൻ പോവുകയാണ്, നാടകത്തിന്റെ തിരക്കഥ നമ്മൾ എഴുതുകയാണ്. ആ തിരക്കഥ നമ്മൾ പല ആവർത്തി മാറ്റി എഴുതി സംവിധായകന്റെ മനസ്സിൽ ഇതാണ് ഉണ്ടാകാൻ പോകുന്നത്, ഇതാണ് ഇതിന്റെ ചിത്രീകരണം എന്ന ഭാവന ഉണ്ടാവുമല്ലോ. ഈ ഒരു ഉറപ്പ് നമ്മുടെ ജീവിതത്തിൽ നമുക്കുണ്ടാവണം. നമ്മൾ നമ്മുടെ ജീവിതത്തെ നമ്മൾ എങ്ങനെ പ്രത്യാശാപൂർവം ഭാവന ചെയ്തെടുത്തിരിക്കുന്നുവോ അതിനനുസരിച്ച് സംഭവിക്കും. അതിനു പകരം അവിടെ ചെല്ലുന്ന സമയത്ത് ഈ ഒരു ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ, ഈ ഒരു തിരക്കഥയുടെ ബാക്ക്ഗ്രൗണ്ട് ഇല്ലാതെ തൽക്കാലത്തേക്ക് ഇത് ഇങ്ങനെ ആവട്ടെ എന്ന് യുക്തിവിചാരം ചെയ്താൽ മാറണമെന്നില്ല. അതേസമയം നമുക്കൊരു ബാക്ക്ഗ്രൗണ്ട് ഉണ്ടെങ്കിൽ അവിടെ യുക്തിവിചാരം ചെയ്യുന്നതോടുകൂടി മൊത്തത്തിൽ ഒരു തിരിയലുണ്ടാവും, എല്ലാം വളരെ പോസിറ്റീവായിട്ട് മാറുകയും ചെയ്യും. ഇങ്ങനെയാണത് കൈകാര്യം ചെയ്യേണ്ടത്. ആഷിഖ്, സന്തോഷം സന്തോഷേട്ടാ. പിന്നെ ക്യാമ്പിനൊന്നും വരാൻ പറ്റിയിട്ടില്ല. ഇവിടെ റെഡ് അലർട്ടും യാത്രാ ബുദ്ധിമുട്ടൊക്കെ ആയതുകൊണ്ട് വരാനൊന്നും പറ്റിയില്ല. ഇനി യാത്രാ ബുദ്ധിമുട്ട് തന്നെയാണ്. ഇനി കാലാവസ്ഥ ലോക്ക്ഡൌൺ ആണ് അടുത്ത പരിപാടി. അപ്പോ അത് പ്രതീക്ഷിച്ചിരുന്നോളൂ. പ്രത്യാശ, ശുഭകരമായ പ്രത്യാശ ഉണ്ടെങ്കിൽ അതിനനുസരിച്ചാവും. എന്താണെങ്കിലും നടക്കാനുള്ളത് നടക്കും, വരാനുള്ളത് വരും. അതിനെ അതിജീവിക്കണമെങ്കിൽ അവിടെ നമുക്ക് എങ്ങനെ ശുഭകരമായി ജീവിക്കാമെന്നുള്ള പ്രത്യാശ വേണം. അവിടെയാണ് സുസ്ഥിര ജീവന സമൂഹത്തിന്റെ പ്രസക്തി. ഓക്കെ ആഷിഖ്, സന്തോഷം. ആയിക്കോട്ടെ, സന്തോഷം. വിളിക്കുക. അടുത്തത് രാജമോഹൻ ചേട്ടന്റെ ചോദ്യമാണ്. ചോദ്യങ്ങളുള്ളവര് ഒരു ക്വസ്റ്റ്യൻ മാർക്ക് എഴുതിയിട്ടോളൂ ചാറ്റ് ബോക്സിൽ, അതിനനുസരിച്ച് വിളിക്കാം. അടുത്തത് രാജമോഹൻ ചേട്ടനാണ്, ചോദിച്ചോളൂ. എല്ലാവർക്കും നമസ്കാരം. വളരെ ഹ്രസ്വമായിട്ടൊരു ചോദ്യമായിട്ടാണ് അവതരിപ്പിക്കാൻ പോകുന്നത്. ഇപ്പൊ നമ്മള് ശുഭചിന്തകളിൽ അങ്ങനെ മുഴുകി നമുക്ക് സ്വയം രീതിയിൽ ഇമോഷണൽ ആയിട്ട് രൂപപ്പെടാൻ പറ്റും. പക്ഷെ ഒരു ഓഫീസ്, ഒരു വീട് എന്നിവിടെയൊക്കെ വരുമ്പോ മറ്റുള്ളവരെല്ലാവരും ഇതേപോലെ തന്നെ പോകണമെന്നില്ലല്ലോ. അപ്പൊ അങ്ങനെ വരുമ്പോ ഒരു 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 ഉദ്യമം, ഒരു പ്രോജക്റ്റ് നടപ്പാക്കാൻ വേണ്ടി എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു. 1-2 പേർക്ക് മാത്രം പോസിറ്റീവ് തിങ്കിങ് ഉള്ളൂ, ബാക്കി എല്ലാവരും നെഗറ്റീവ്. ഇപ്പൊ ഞാനത് ഇപ്പൊ സംഭവം ഒന്ന് ചുറ്റി വേറെ രീതിയിൽ അവതരിപ്പിക്കുകയാണ് പ്രോജക്റ്റ് ഒന്ന് ആക്കിയിട്ട്. അപ്പൊ 2-3 പേർക്ക് നിരാശ മാത്രം, ഇത് ശരിയാവില്ല എന്ന് ഉറപ്പിച്ച് പറയുകയാണ്. അപ്പൊ നമ്മള് സംസാരം കൊണ്ടും പെരുമാറ്റം കൊണ്ടും ഇല്ല ശരിയാവും, ഉദാഹരണം കൊണ്ട് അത് ശരിയാവും എന്ന് പറയാം. എന്നാലും മറ്റവര് മുകളിൽ കയറി നിൽക്കാം. അങ്ങനെ വരുമ്പോ എന്ത് ചെയ്യുന്നുള്ളതാണ് ചോദ്യം. ക്ലിയറായല്ലോ? ചോദ്യം വളരെ ക്ലിയർ ആണ്. ആരാണോ ഇതിന്റെ കർത്താവ് എന്ന് വെച്ചാൽ ഇതിലെ ഓരോരുത്തരും, ഇതിലിപ്പോ ഒരു ഓർഗനൈസേഷൻ ആണെന്ന് കരുതുക. ആ ഓർഗനൈസേഷൻ ആണെങ്കിൽ ഓർഗനൈസേഷനിൽ 5 പേരുണ്ടെങ്കിൽ 5 പേരും അവരവരുടെ സ്ഥാനത്ത് നിന്നും ഓരോ എലമെന്റുകളാണ്. ഈ 5 പേർക്കും ഇതേ അവസ്ഥ ഉണ്ടാകാം. ഈ ഓർഗനൈസേഷൻ എങ്ങനെ പോകും എന്നുള്ളത്. ഇപ്പൊ ഒരു കുടുംബമാണെങ്കിൽ കുടുംബത്തിൽ 5 പേരുണ്ടെങ്കിൽ 5 പേർക്കും ഈ കുടുംബം മുൻപോട്ട് പോകുന്നതിനെ കുറിച്ച് കാഴ്ചയുണ്ടാവാം. കുട്ടികൾക്ക് ചിലപ്പോൾ കാഴ്ചയൊന്നും ഉണ്ടാവില്ല, കാഴ്ചപ്പാടുകളും ഉണ്ടാവില്ല. അത് എങ്ങനെ പോകുന്നു എന്നുള്ള രീതിയിൽ പോകും. മുതിർന്നവർക്ക് ഒരു പ്രത്യാശ ഉണ്ടാവും, കാഴ്ചപ്പാടുകൾ ഉണ്ടാവും. ചിലർക്ക് ഇതൊക്കെ എന്റെ തലവരെയാണെന്ന് പറഞ്ഞിട്ട് പോകുന്നത് ഉണ്ടാവാം. ചിലര് ഇതൊക്കെ അങ്ങനെ പോകും, ഒരു നിവൃത്തിയില്ല, ഇതൊന്നും നന്നാവില്ല എന്ന കാഴ്ച ഉണ്ടാവാം. എന്താണെങ്കിലും നിങ്ങൾ അതിൽ ഏത് ഭാഗത്താണ് നിൽക്കുന്നത്, നിങ്ങൾ നിൽക്കുന്ന ഇടത്തു നിന്നും നിങ്ങൾ എങ്ങനെ ശുഭ വിഭാവനം ചെയ്യുന്നുവോ അതിനനുസരിച്ചുള്ള മെച്ചപ്പെടൽ അവിടെ ഉണ്ടാവും. അതിനനുസരിച്ചുള്ള മെച്ചപ്പെടൽ ഉണ്ടാവും. നിങ്ങൾ എത്രത്തോളം ഭാവന ചെയ്യുന്നുവോ അതിനനുസരിച്ച് മെച്ചപ്പെടും. പിന്നെ ഇതിൽ രസകരമായിട്ടുള്ള കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പൊ നമ്മൾ ഈ പറയുന്ന ഇന്റൻഷണൽ ഇമാജിനേഷൻ എന്ന് പറയുന്ന സംഭവം, അതാണല്ലോ ഇതിന്റെ പ്രാക്ടീസ് എന്ന് പറയുന്നത്, ഇന്റൻഷണൽ ഇമാജിനേഷൻ എന്നുള്ളത്. നമ്മളൊരു കുടുംബത്തിലെ മുഴുവൻ ആളുകൾക്കും ഈ ഇന്റൻഷണൽ ഇമാജിനേഷൻ അറിയില്ലല്ലോ. അവര് സാഹചര്യങ്ങൾക്കനുസരിച്ച് പോയിക്കൊണ്ടിരിക്കുകയല്ലേ. അവിടെ നമ്മൾ ഇവരെ എല്ലാം ഉൾക്കൊള്ളുന്നു. നമ്മളിപ്പോ ഇനി ചൊവ്വാഴ്ച നമ്മൾ അവതരിപ്പിക്കാൻ പോകുന്ന വിഷയവും അത് തന്നെയാണ്. നമ്മളതിനെ അങ്ങനെ തന്നെ അങ്ങ് ഉൾക്കൊള്ളുന്നു. ഇതൊക്കെ ഇങ്ങനെ തന്നെ അങ്ങ് പൊക്കോട്ടെ. അവരെന്തായിരിക്കുന്നു അത് അങ്ങനെ ആയിരിക്കട്ടെ. എന്തായിരിക്കുന്നു എന്നുള്ളതാണ് പ്രകൃതം, അതാണ് പ്രകൃതി. ആ പ്രകൃതിയെ നമ്മൾ അംഗീകരിച്ച് നമ്മിലൂടെ കടത്തിവിട്ടാൽ, കടന്നു പോകുന്ന സമയത്ത് അത് ഏത് വഴിക്ക് ആയിത്തീരണം എന്നുള്ള ഭാവന ചെയ്യാൻ നമുക്ക് സ്വാതന്ത്ര്യമുണ്ട്. ഇന്റൻഷണൽ ഇമാജിനേഷൻ എന്നുള്ളത് നമുക്ക് മാത്രം പരിചയമുള്ള ഒരു കാര്യമാണ്. അവർക്ക് ആ ഇന്റൻഷണൽ ഇമാജിനേഷനില്ല, അവര് സ്പോണ്ടേനിയസ് ആയിട്ട് ഇമാജിൻ ചെയ്തു പോകുന്നതാണ്. ആയിക്കോട്ടെ, അവർക്കറിയില്ലല്ലോ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണമെന്ന്. അവർക്കറിയില്ലല്ലോ ഇവരെന്താണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അവര് ചെയ്തു പൊയ്ക്കോട്ടെ.
പക്ഷെ നമ്മുടെ ഇന്റൻഷണൽ ഇമാജിനേഷൻ കൊണ്ട്, കാരണം നമ്മളാണ് അവിടെ ഒരു ടെക്നിക്കലി അവെയർ ആയിട്ടുള്ള ഒരു വ്യക്തി, ഇതുപയോഗിച്ചുകൊണ്ട് നമുക്കിതിനെ ഭാവന ചെയ്ത് പോകാം. പതിയെ മാറി ഇത് മാറും. ഞാൻ പറഞ്ഞല്ലോ 60% റിസൾട്ടാണ് സാധാരണ രീതിയിൽ ഒരു പൊതുവേദിയിൽ ഇത് അവതരിപ്പിക്കുന്ന സമയത്ത് സംഭവിക്കുക. ആ കുടുംബത്തിലെ 5 പേർക്കും ഈ പണി അറിയും, 5 പേരും ഒരേ ഫോക്കസിലേക്കാണ് വരുന്നത്. ഇത് വേറൊരു അവസ്ഥയിലേക്കും അവിടെ മാസ്റ്റർ മൈൻഡ് ക്രിയേറ്റ് ചെയ്യപ്പെടും. അവിടെ ആ കുടുംബത്തിന് മൊത്തമായിട്ടുള്ള ഓരോ വ്യക്തിയുടെ കോൺഷ്യസ്നെസ്സിന് പകരം ഒരു മാസ്റ്റർ കോൺഷ്യസ്നെസ് അവിടെ ഫോം ചെയ്യപ്പെടും. ആ കോൺഷ്യസ്നെസ് പിന്നെ വർക്ക് ചെയ്യും. പക്ഷെ അതുവരേക്കും നമ്മൾ ഇന്റൻഷനലി ഭാവന ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ ആ ഭാവനയ്ക്കനുസരിച്ച് അവിടെ സംഭവിക്കും. ഒറ്റയടിക്ക് സംഭവിക്കില്ല, പക്ഷെ സംഭവിക്കും. നമ്മള് ഈ പ്രകൃതി ബന്ധനം രാവിലെ പ്രഭാത ബന്ധനം രീതിയിൽ പ്രകൃതി ബന്ധനം മഞ്ചരിക്ക് ചെയ്ത ആ ഒരു പ്രോസസ് ഉണ്ടല്ലോ, ആ പ്രോസസ്സിന്റെ അവസാനം നമ്മൾ മുദ്ര ചെയ്യില്ലേ? ഈ സംഭവം ഞാൻ പറഞ്ഞിരുന്നു. നിങ്ങൾ വീട്ടിലേക്ക് പോകുന്ന സമയത്ത് വഴിയിൽ കാണുന്ന ഒരു കാര്യത്തോട് നിങ്ങളുടെ ഈ എനർജി ഒന്ന് ഉപയോഗിച്ച് നോക്കുക എന്നുള്ളത്. ശരിയായ രീതിയിൽ പ്രത്യാശിച്ചുകൊണ്ട് നിങ്ങൾ അത് ചെയ്തു കഴിഞ്ഞാൽ അവിടെ എന്താ സംഭവിക്കുന്നതെന്ന് അവർക്ക് മനസ്സിലാവില്ല, നമുക്ക് മനസ്സിലാവും. ഈ സംഭവം വഴിതിരിഞ്ഞു പോകും. അവിടെ ഉണ്ടാവുന്ന കാലുഷ്യം വഴിതിരിഞ്ഞു പോകും. അതങ്ങനെ സംഭവിക്കും. ചെയ്തു നോക്കിക്കോളൂ. ചെയ്തു നോക്കിയിട്ട് ആണ് വിശ്വസിക്കേണ്ടത്. ഞാൻ പറയുന്നതിന് അങ്ങനെ തന്നെ വിശ്വസിക്കുകയല്ല വേണ്ടത്. ചെയ്തു നോക്കി വിശ്വസിക്കൂ. നിങ്ങൾ മനസ്സിൽ ഭാവന ഇങ്ങനെയാണ് വേണ്ടത് എന്നുള്ളത്. ഞാൻ ഇങ്ങനെ ചെയ്ത് അങ്ങനെയൊക്കെ ആയിക്കഴിഞ്ഞാൽ ഞാൻ ഇങ്ങനെ ഭാവന ചെയ്താലും അവർ മാറുമോ എന്ന് ആലോചിച്ചാൽ ഒന്നും സംഭവിക്കില്ല. ഞാൻ ഒരു കഥ പുതിയ ആളുകൾക്ക് വേണ്ടി ഒന്നുകൂടെ പറയാം. പഴയ ആളുകൾക്ക് അറിയാം ആ കഥ. തിരുവനന്തപുരത്ത് ഒരു സിദ്ധനുണ്ട്. അപ്പോ ആ സിദ്ധന്റെ അടുത്ത് ആരെന്ത് പോയി ചോദിച്ചാലും പുള്ളി പറയുന്നത് എന്ത് കാണുന്നു അതിനെ അതേപോലെ സ്വീകരിക്കൂ എന്നുള്ളതാണ്. അതേപോലെ സ്വീകരിച്ച പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ. പ്രകൃതിയിൽ എല്ലാം സംഭവിക്കുന്ന സ്വാഭാവികമായിട്ടൊന്നും അതിനെ അങ്ങ് സ്വീകരിച്ചാൽ പോരെ എന്നുള്ളതാണ് പുള്ളിയുടെ ചോദ്യം. അതിന് പുള്ളി പറഞ്ഞു കൊടുക്കുന്ന മന്ത്രമൊന്നുണ്ട്. എപ്പോ എവിടെവിടെ എങ്ങനെയോ അപ്പോ അവിടെ അങ്ങനെയോ. അപ്പൊ എല്ലാവർക്കും പുള്ളി ഈ മന്ത്രം പറഞ്ഞു കൊടുക്കും. അപ്പൊ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരാൾ വന്നിട്ട് പറഞ്ഞു, സ്വാമി, ഈ എന്റെ ഭാര്യ ഉണ്ടല്ലോ, ഭയങ്കര പൊറുതുകേടാണ് അവളുടെ കൂടെ ജീവിക്കാൻ. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അതിന് തലകീഴായിട്ടേ ചെയ്യുള്ളൂ. ഞാൻ എന്ത് പറഞ്ഞാലും അവൾക്ക് മനസ്സിലാവില്ല. അവൾ എന്തൊക്കെയോ വിവരക്കേടുകൾ കാണിക്കുന്നുണ്ട്. മൊത്തം പുലിവാലുകളാണ്. എന്താണ് ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അപ്പം മനസമാധാനം തീരില്ല, ഞങ്ങൾക്കിടയിൽ സ്വസ്ഥത എന്നുള്ള സംഭവം തീരില്ല. ഞാൻ എന്ത് പറഞ്ഞാലും അവൾ അതിന് തലകീഴായിട്ട് ചെയ്യും. ഞങ്ങൾക്കിടയിൽ സ്ഥിരം വഴക്കാവും. അപ്പോ അവൾ ചെയ്യുന്നതൊന്നും ശരിയല്ല. അപ്പൊ സമാധാനം പോയിരിക്കുന്നു. എന്താ ചെയ്യേണ്ടതെന്ന് ചോദിച്ചു. നീ അതിനെ അതേപോലെ സ്വീകരിച്ചാൽ മതി എന്നാണ് സ്വാമിക്ക് പറയാനുള്ളത്. അപ്പൊ അദ്ദേഹം ഈ മന്ത്രം പറഞ്ഞു കൊടുത്തു. എപ്പോ എവിടെവിടെ എങ്ങനെയോ അപ്പോ അവിടെ അങ്ങനെയെന്ന് നീ വിചാരിച്ചാൽ മതി, നിന്റെ പ്രശ്നം തീരുമെന്ന്. പുള്ളിക്ക് സന്തോഷമായി. പുള്ളി ആ മന്ത്രം സ്വീകരിച്ചുകൊണ്ട് പോയി. മന്ത്രദീക്ഷയാണല്ലോ, സ്വീകരിച്ചുകൊണ്ട് പോയി. 1 മാസം കഴിഞ്ഞപ്പോ പുള്ളി വന്നു. സ്വാമി പറഞ്ഞ പോലെ ഞാൻ എന്ത് പറയുമ്പോഴും ഭാര്യ കുരുത്തക്കേടുകൾ കാണിക്കുന്ന സമയത്ത് ഞാൻ എപ്പോ എവിടെവിടെ എങ്ങനെയോ അപ്പോ അവിടെ അങ്ങനെയെന്ന് പറയും. എന്നിട്ടും അവൾക്ക് മാറ്റമൊന്നുമില്ല. മനസ്സിലായില്ലേ? എന്നിട്ടും അവൾക്ക് മാറ്റമില്ല. ഈ പറയുന്നതുകൊണ്ട് അവൾ മാറുമെന്നല്ല, ആ സാഹചര്യത്തിനനുസരിച്ച് ഞാൻ മാറണമെന്നാണ് ഈ പറഞ്ഞത്. മാറേണ്ടത്, അനുരൂപപ്പെടേണ്ടത് ഞാനാ. മാറ്റമുണ്ടാകേണ്ടത് അവരിലാണെന്ന് വിശ്വസിക്കുന്നതിന് പകരം അത് എന്നിലാണെന്ന് വിചാരിച്ചാൽ, തിരിച്ചറിഞ്ഞാൽ അവിടെ തീർന്നു പ്രശ്നം. അപ്പോ കുടുംബത്തിലോ ഓർഗനൈസേഷനിലോ ഒരു കമ്മ്യൂണിറ്റിയിലോ ഒരു അസോസിയേഷനിലോ ആയിക്കോട്ടെ, അവിടെ നമ്മൾ ഇത് ചെലുത്തുന്ന സമയത്ത് നമ്മളിലാണ് മാറ്റം വരേണ്ടത്. നമ്മുടെ അകത്താണ്, നമ്മുടെ ഭാവനയിലാണ് മാറ്റം വരുത്തേണ്ടത്. അവിടെ എന്തു തന്നെ ഉണ്ടായാലും അതിനെ സ്വീകരിക്കാനുള്ള സ്വീകാര്യത, സന്നദ്ധത ഇത് നമ്മിലാണ് ഉണ്ടാകേണ്ടത്. അല്ലാതെ അവരിൽ മാറ്റം ഉണ്ടാകണമെന്ന് പ്രതീക്ഷിക്കുന്നത് നേരത്തെ പറഞ്ഞ അറിവിന്റെ കുറവാണ്. ക്ലിയർ ആണോ ഏട്ടാ? ക്ലിയർ ആയി. ഓക്കെ. താങ്ക് യു.